ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോവുക. അതിനു മുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ട്രോബെറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സ്ട്രോബെറി ഉണ്ടാക്കിയത് ഇതിൽ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പെയിൻ്റ് അടിക്കുന്ന മാത്രം കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ഒരു ബനാന പെയിൻ്റ് അടിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ലീഫിന് ഗ്രീൻ കളർ നമ്മൾ മൊത്തമായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴെ നമ്മൾ റെഡ് കളർ അടിച്ചു കൊടുക്കുന്നു. സ്ട്രോബെറിക്ക് റെഡ് അല്ലേ, അപ്പോൾ റെഡ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിലൊക്കെ പെയിൻ്റ് ആകും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ സ്ട്രോബെറി ഉണ്ടാക്കുമ്പോൾ അതിൽ മുകളിലൊരു കോലിങ്ങനെ കോർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പിടിക്കാൻ ഈസി ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞ് സ്ട്രോബെറി എടുക്കാൻ നോക്കുന്നുണ്ട്. ഞാനതിനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മൾ പെയിൻറ്റ് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്ട്രോബെറി ഇങ്ങനെ തന്നെയല്ലേ സ്ട്രോബെറി ഉണ്ടാകുക, അതുപോലെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പഴത്തിന് അടിച്ചു കൊടുക്കുക. എൻ്റെ കുഞ്ഞ് പഴവും വേണമെന്ന് പറഞ്ഞിട്ട് കൈ പൊക്കി എടുക്കാൻ നോക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത് കുഞ്ഞ്. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ ഒരു തൊട്ട് ഇതുപോലെ കറുപ്പ് നിറത്തിലില്ലേ, അത് നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ നല്ല പഴം തന്നെ ആയിട്ട് കാണും. അതിനുശേഷം കുറച്ച് താഴെയും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്, ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ പെയിൻ്റ് അടിച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതായത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പിന്നെ ഫുള്ളായിട്ട് കണ്ടാലേ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് 2 ഐറ്റംസ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.